ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസ്തുതിപ്പിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുകയായിരുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ദൈവസ്തുതിപ്പിലൂടെ നമ്മുടെ ഒരുങ്ങിയ ഹൃദയനിലങ്ങളിലേക്ക് കർത്താവ് തൻ്റെ വചനം ഈ സമയങ്ങളിൽ പകരുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പം നമ്മൾ ഒന്ന് ലോകത്തിലേക്ക് മുഖമുയർത്തി നോക്കണം. എത്രയോ ദൈവമനുഷ്യരാണ്, അഭിഷിക്ത വൈദികരാണ് സുവിശേഷ വേലയ്ക്കായി തങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ വേലയാണ് സുവിശേഷ വേല. അവരെ ഓർത്ത് നമ്മൾ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കണം. എത്രയോ ആത്മായ ശുശ്രൂഷകർ, യുവജനങ്ങൾ സഭയ്ക്കുണ്ട്. എത്രയോ വലിയ സമ്പന്നതയാണ് നമുക്കുള്ളത്. അവരെല്ലാവരും വിശ്വാസത്തിൽ ബലപ്പെടുവാനും പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കാനും വേണ്ടി വലതുകര അവരെ എല്ലാം ഓർത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമ്മളെ സഹായിക്കുന്ന നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസിൻ MSMI സഭാസമൂഹത്തിലെ ധ്യാന പ്രസംഗകയും കർത്താവിൻ്റെ ശക്തമായ ഉപകരണവുമാണ്. ഈ നാളുകളിൽ MSMIയുടെ പ്രൊവിഷ്യൽ കൗൺസിലറായി കണ്ണൂർ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററിനെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നന്ദി പറഞ്ഞുകൊണ്ടൊരു ഹല്ലേലൂയ. ഈ വചനവേദിയിലേക്ക് സ്നേഹാദരവോടെ സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുകയാണ്. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട്. ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ഇത് സൗഖ്യത്തിന്റെ സ്പർശന രാത്രിയാണ്. കരങ്ങൾ വീശി പറയാം ഹല്ലേലൂയ. ഈ രാത്രി കർത്താവ് എന്നെയും നിങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. കരങ്ങൾ അടിച്ചു പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ വലിയ വചന സാന്നിധ്യത്തിന് മുൻപിൽ കരങ്ങളൊന്ന് കൂട്ടിപ്പിടിക്കാം. ലോകം മുഴുവനെയും നമുക്ക് ഈ സമയം സർവശക്തനായ ദൈവത്തിൻ്റെ കരതലങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുത്തെ വചനം ലോകം മുഴുവനിലേക്കും പ്രകാശിതമാകുവാൻ വചനമായി അവതരിച്ചവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനമായി ഈശോയെ, അങ്ങയുടെ തിരുവചനം കേൾക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ വചനം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, ശ്രവിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കാതുകളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രി പ്രാർത്ഥനയുടെ രാത്രിയാക്കി മാറ്റുമ്പോൾ സർവശക്തനായ ദൈവമേ, അവിടുന്ന് കനിഞ്ഞ് സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെയും ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജാഗരണ പ്രാർത്ഥനയിൽ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്ന കോടാനുകോടി മക്കളെ ഞങ്ങൾ ഓർക്കുകയാണ്. അവരുടെ പരിശുദ്ധ നിയോഗങ്ങൾ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വളരെ പ്രത്യേകമാമിതം തിരുവചനം കേട്ട് വചനാനുസൃതമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ രണ്ട് കരങ്ങളും അത്യുന്നത സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. വചനത്തിൻ്റെ സമൃദ്ധി ഇതാ നമ്മുടെ കൊച്ചു ഹൃദയങ്ങളിലേക്ക് വന്നു നിറയുമ്പോൾ വചനം സ്വീകരിക്കുന്നതിനാവശ്യമായ ശക്തിയും ധൈര്യവും കൃപയും അവിടുത്തെ പക്കൽ നിന്ന് ചോദിച്ചുകൊണ്ട് കോടാനുകോടി മാലാഹമാരോടും സ്വർഗീയ ഗണങ്ങൾ മുഴുവനോടും ചേർന്ന് നമുക്കെല്ലാവർക്കും അവിടുത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. വചനമായി ഈശോയെ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വചനമായി ഈശോയെ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം സ്വീകരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. വചനം കേൾക്കുന്നതിന് ഞങ്ങളുടെ കാതുകളെ ഒരുക്കണമേ. വചനത്തിന് വിട്ടുകൊടുക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ അമ്മേ, സ്വർഗീയ മാതാവേ, വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ സംഭവിക്കുവാൻ, വചനത്തിന് ജീവൻ കൊടുക്കുവാൻ അമ്മ മനസ്സാകുകയായിരുന്നുവല്ലോ. ഓ സ്വർഗീയ മാതാവേ, അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹവും മാധ്യസ്ഥവും ഞങ്ങൾ യാചിക്കുകയാണ്. വചനം കേട്ട് ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ സ്വർഗീയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുപുത്രൻ്റെ വക്കൽ പ്രാർത്ഥിക്കണമേ. ഈ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് പാടി അമ്മ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ, നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിന്മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. കരങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചനം ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 21-ാം വചനം. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യണമെന്ന് യേശു ഉത്തരം നൽകുകയാണ് ഈ തിരുവെഴുത്തിലൂടെ. ഇവിടെ ഞാൻ പൂർണ്ണനാകാനായി എന്തു ചെയ്യണം? ഈശോ നൽകുന്ന ഈ ഉത്തരം സമാന്തര സുവിശേഷങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോ അതിന് ഉത്തരം തരികയാണ് കൃത്യമായും വ്യക്തമായും. 4 കാര്യങ്ങളാണ് അവിടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. 1, നിനക്കുള്ളതെല്ലാം കണ്ടെത്തണം. 2, വിൽക്കണം. 3, ദരിദ്രർക്ക് കൊടുക്കണം. 4, എന്നെ അനുഗമിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതിരുന്നാലോ പൂർണ്ണനാകാനായിട്ട് സാധ്യമല്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്താലേ നിനക്ക് പൂർണ്ണനാകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ തിരുവെഴുത്തിലൂടെ കർത്താവ് പറയുന്നത്. അതിനാദ്യമേ എനിക്കുള്ളതെല്ലാം ഞാൻ കണ്ടെത്തിയാലേ എനിക്ക് അത് വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്കുള്ളതെല്ലാം കണ്ടെത്തണം. ആദ്യമേ ചെയ്യേണ്ടത് അതാണ്. എന്തെല്ലാമാണ് എനിക്കുള്ളത്? വിൽക്കാൻ എന്തെല്ലാം എനിക്കുണ്ട്? സ്വയമായ ഒരു കണ്ടെത്തൽ, അതാണ് പ്രഥമവും പ്രധാനവുമായ കാര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വയം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മളെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുമില്ല. ഈ കഴിഞ്ഞ ദിവസം സിസ്റ്റർ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 4 മക്കളെയും കൊണ്ട് അമ്മ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നു.
4 മക്കളിൽ 3 മക്കൾക്കും ഓട്ടിസം എന്ന് പറയുന്ന ഒരു അസ്വസ്ഥതയാണ്, രോഗമാണ്. ഒരു കുഞ്ഞ് മാത്രമേ നോർമലായിട്ടുള്ള ഒരു കുഞ്ഞുള്ളൂ. ഈ അമ്മ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഇവരുടെ 4 പേരുടെയും അമ്മയാണ് ഞാൻ. പക്ഷേ രോഗികളായ ഈ 3 മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജോലി മാറ്റിവെച്ചിരിക്കുകയാണ്. അസുഖമില്ലാത്ത ഒരു കുഞ്ഞ് ഇതാ. ഈ 3 പേർക്കും വേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ അമ്മ മാതൃത്വത്തിൻ്റെ മുഴുവൻ തീവ്രതയും ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇപ്രകാരം രോഗാവസ്ഥകളുള്ള 3 മക്കളെ ദൈവം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് ഞാൻ അവരെ വളരെ നല്ല രീതിയിൽ നോക്കുമെന്ന് പിതാവായ ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം. ഞാനതുകൊണ്ട് ക്ഷമിക്കാനും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ഈ മക്കളിലൂടെ പഠിക്കുകയായിരുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് സ്ത്രീ പറഞ്ഞു വെച്ചത് പ്രകാരമാണ്, എനിക്ക് സ്വന്തമായിട്ടുള്ളത് സ്നേഹിക്കാനായിട്ടുള്ള ഒരു കഴിവാണ്. നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ളൊരു കൃപയാണ് ദൈവം എനിക്ക് തന്നേക്കുന്നത്. ഈ രോഗാവസ്ഥകളെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനുള്ള ശക്തിയാണ് ദൈവം എനിക്ക് തന്നേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ കണ്ടെത്താൻ സാധിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖ ദുരിതങ്ങളെ സ്നേഹത്തോടെ കൈനീട്ടി സ്വീകരിക്കുക എന്ന് പറയുന്നത്. നല്ല വാക്ക്, മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല വാക്ക് പറയാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമുക്കറിയാം, പിതാവായ ദൈവത്തിൻ്റെ വാക്കായിരുന്നു യേശു ക്രിസ്തു. കരങ്ങളടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയത്തിൻ്റെ ഉദരത്തിൽ ക്രിസ്തുവായി വളർന്നതും ജനിച്ചതും ഈ വാക്കാണ്, പിതാവായ ദൈവത്തിൻ്റെ വാക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വാക്കുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നതായിരിക്കണം. എൻ്റെ വാക്കും എൻ്റെ സംസാരവും എൻ്റെ ഇടപെടലുകളും മറ്റുള്ളവർക്ക് ജന്മം കൊടുക്കുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാംസം ധരിക്കാതെ പോയ എത്രയോ വാക്കുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ. ഈ യാത്രയുടെ യാമങ്ങളിലിരുന്ന് തമ്പുരാൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് കണ്ടെത്താം, മാംസം ധരിക്കാതെ പോയ വാക്കുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് ജീവൻ കൊടുക്കുവാനായി എനിക്ക് സാധിക്കണം. ആദ്യമേ അത് ആരംഭിക്കേണ്ടത് ഞാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ ഇടയിലാണ്, എൻ്റെ കുടുംബത്തിലാണ്, എൻ്റെ സമൂഹത്തിലാണ്, എൻ്റെ സഭയിലാണ്, എൻ്റെ രാഷ്ട്രത്തിലാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഒരു ചോദ്യം ചോദിച്ചു. ഗുരുവേ, നിന്ദ അപമാനങ്ങളും തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന വാക്കുകളുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? എങ്ങനെയാണ് ഞാനത് കൈകാര്യം ചെയ്യേണ്ടത്? ചോദ്യം കേട്ട ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്ത് യാത്രയ്ക്ക് പോയി. യാത്രയുടെ അവസാനം ഞാനൊരു വീട്ടിൽ ചെന്ന് കയറി. ആ വീട്ടിലുള്ളവർ എനിക്ക് ചായയും ലഡുവും തന്നു. ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് ചായയും ലഡുവും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ചായ ലഡു നിങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഗുരു അതിനുശേഷം ശിഷ്യനോട് പറഞ്ഞു, എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഈ ചായയും ലഡുവും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിത്തത് എന്തായിരിക്കും? ബാക്കി അനുഭവം ഒന്നെങ്കിൽ ചായ ലഡുവും എനിക്ക് വെച്ച് നീട്ടിയവർ തന്നെ അത് തിരിച്ചെടുക്കണം, അല്ലേ? അല്ലെങ്കിലോ അവരത് മറ്റാർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിലോ അവരത് ഉപേക്ഷിക്കാനായിട്ട് വേണ്ട എന്ന് വയ്ക്കാനായിട്ട് റെഡിയാക്കണം. ശിഷ്യന് കാര്യം വളരെ സ്പീഡിൽ പിടികിട്ടി.
ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗുരു പറഞ്ഞു, ഇങ്ങനെ തന്നെയാണ് നിനക്കെതിരെ വരുന്ന നിന്ദ അപമാനങ്ങളോടും ഏഷണിയോടും ദുഃഖങ്ങളോടും ഒക്കെയുള്ള അല്ലെങ്കിൽ പ്രയാസങ്ങളോടും ഒക്കെയുള്ള നിൻ്റെ സമീപനം ഇങ്ങനെ ആയിരിക്കണം എന്ന്. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വാക്കുകൾക്ക് ജന്മം കൊടുക്കുവാൻ സാധിക്കണമെങ്കിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. എപ്പോഴും നിന്റെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ. ബാക്കിയുള്ളതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു, തിന്മയിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് നന്നായി പെരുമാറാനുള്ള ഹൃദയത്തിൻ്റെ നന്മയുമൊക്കെ തന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് സൃഷ്ടാവിൻ്റെ മുൻപിൽ നന്ദിയുള്ളവരാകുവാൻ, കൃതജ്ഞതയുള്ളവരാകുവാൻ നമ്മളെ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കടലിലെ ചിപ്പി ഒരു ദിവസം കൂട്ടുകാരി ചിപ്പിയോട് പറഞ്ഞു, എടീ സുഹൃത്തെ, എൻ്റെ ഉള്ളിൽ എനിക്ക് വല്ലാത്ത വേദനയാണ്, എന്തൊക്കെയോ വലിയ അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ കൂട്ടുകാരി ചിപ്പി പറഞ്ഞു, നിനക്ക് വല്ലാത്ത വേദന എടുക്കുവാണോ വയറ്റിൽ? എനിക്ക് ഒരു വേദനയില്ല, എനിക്ക് നല്ല സുഖമാണ്, ഒരു വേദനയില്ല. ഇവരുടെ രണ്ടുപേരുടെയും സംസാരം ഒരു കൊച്ചുമീൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ കൊച്ചുമീൻ ആ കൂട്ടുകാരി ചിപ്പിയോട് പറഞ്ഞു, അതെ, നിൻ്റെ ഉള്ളിൽ വേദനയൊന്നും തോന്നുന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താണ് നിൻ്റെ ഉള്ളിൽ വേദന തോന്നാത്തതിൻ്റെ കാരണം? നിൻ്റെ ഉള്ളിൽ മുത്ത് ഇല്ല, വളരാൻ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് നിനക്കൊരു വേദനയും ഇല്ലാതിരിക്കുന്നത് എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇതൊരുപാട് രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇതിനെ വെച്ച് ഒരുപാട് നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം വളരുമ്പോഴാണ് അവരനെ സ്നേഹിക്കാൻ, നല്ല വാക്കുകളോടെ മറ്റുള്ളവർക്ക് ജന്മം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നന്മ വളരാൻ, സ്നേഹം വളരാൻ നമുക്ക് പ്രാർത്ഥിക്കണം. തമ്പുരാൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നത്, നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുക, എന്തെന്നാൽ ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഏറ്റുചൊല്ലാം, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ജീവന്റെ ഉറവകൾ ഒഴുകുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്ലേ, ഈ എൻ്റെ പ്രവൃത്തികളിൽ നിന്ന്, എൻ്റെ വാക്കിൽ നിന്ന്, നിങ്ങളുടെ സംസാരത്തിൽ നിന്ന്. അവിടെ ഹൃദയത്തിൻ്റെ ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്തുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം നമ്മളിൽ വളർച്ച പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് അവനിൽ ഉണ്ടായിരുന്ന അധിക സ്നേഹമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അധിക സ്നേഹം എന്താ പ്രിയപ്പെട്ടവരെ? അധിക സ്നേഹം അതാ നമുക്ക് മർക്കോസ് സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 41-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു അധിക സ്നേഹം നമ്മൾ കണ്ടെത്തുകയാണ്. കുഷ്ഠരോഗി യേശുവിന് അവനെ കണ്ടപ്പോൾ കരുണ തോന്നി. കരുണ തോന്നുക മാത്രമല്ല ചെയ്തത്, അവൻ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ, ശുദ്ധി വരട്ടെ. അധിക സ്നേഹമാണ് ക്രിസ്തു ഇവിടെ പ്രവർത്തിക്കുന്നത്, അധിക സ്നേഹമാണ് അവൻ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യൻ്റെ
ഒരു ദൗത്യം എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ അധിക സ്നേഹമായിരിക്കണം. ഈ അധിക സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള വിളി സ്വീകരിച്ചവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം ഈ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം നിന്നിലുണ്ട്. യേശു തന്നിട്ടുണ്ട് നിനക്ക് ഈ അഭിഷേകം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീട്ടിൽ പോയപ്പം ആ വീട്ടിലെ അമ്മച്ചിക്ക് മകൻ്റെ ഫോൺ വരികയാണ്. മകൻ ചോദിച്ചു, അമ്മയ്ക്ക് സുഖമാണോ? അമ്മയ്ക്ക് സന്തോഷമാണോ? അമ്മ രോഗിയായി കട്ടിലിൽ കിടക്കുക. ഞങ്ങൾ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നതാ. നട്ടെല്ലിന് വേദന, കാലിലെ മുട്ടിന് നീര്, എഴുന്നേറ്റിരിക്കാൻ വിഷമം, ഭക്ഷണം കഴിക്കാൻ പ്രയാസം, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ തീർത്തും ഒരു കിടപ്പിൻ്റെ സ്റ്റേജിലുള്ള ഒരമ്മച്ചിയാണ്. ഈ മകൻ്റെ ഫോണിന് അമ്മ ആൻസർ ചെയ്യുക, മോനെ അമ്മയ്ക്ക് നല്ല സുഖമാണ്, അമ്മയ്ക്ക് സന്തോഷമാണ്, അമ്മ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? അമ്മ പറഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല മോനെ, ദൈവം സഹായിച്ച് ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കുകയാണ്, അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റും, മോൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. മോൻ വീണ്ടും ചോദിച്ചു, അമ്മേ ഞാനെങ്ങാനും ഇപ്പോൾ അമ്മച്ചിയുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, നീ ഇപ്പം വരികയേ വേണ്ട, ജോലിയൊക്കെ കളഞ്ഞ് നീ വരികണ്ട, നീ അവിടെ തന്നെ നിന്നു, അമ്മയ്ക്ക് സുഖമാ. പ്രിയപ്പെട്ടവരെ, ഈ ഫോൺ കേട്ടോണ്ടിരിക്കുക ഞങ്ങൾ 2 സിസ്റ്റർമാർ. ഈ അമ്മയുടെ വാക്കുകളിൽ നിഴലിച്ച അധിക സ്നേഹം ക്രിസ്തു സ്നേഹത്തിൻ്റെ ശക്തിയായിട്ട് ആ സമയത്ത് അവിടെ അനുഭവപ്പെടുകയായിരുന്നു. തൻ്റെ മക്കൾക്ക് സുഖം കൊടുക്കാൻ വേണ്ടി, തൻ്റെ മക്കൾക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി അമ്മ തൻ്റെ ദുഃഖങ്ങളും സഹനങ്ങളും രോഗങ്ങളും മുഴുവൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട്, നെഞ്ചിലേറ്റിക്കൊണ്ട് മകനോട് പറയുകയാണ്, മോനെ അമ്മയ്ക്ക് സുഖം. പ്രിയപ്പെട്ടവരെ, അധിക സ്നേഹം കാണിക്കുന്ന എത്രയെത്ര അമ്മമാരുണ്ട്, എത്രയെത്ര അപ്പന്മാരുണ്ട്, അല്ലേ? എത്രയെത്രയോ ജീവിത പങ്കാളികളുണ്ട്. അധിക സ്നേഹത്തിൻ്റെ സമൃദ്ധി യേശു കാണിച്ചു തതാ. കൈ നീട്ടി അവനെ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടി പറയുക, എനിക്ക് മനസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, അധിക സ്നേഹത്തിൻ്റെ ശൈലി നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ, എത്രയോ പേര് നമ്മുടെ ഈ അധിക സ്നേഹത്തിൻ്റെ ശൈലി കൊണ്ട്, അധിക സ്നേഹത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന നല്ല വാക്കുകൊണ്ട് എത്രയോ സമാധാനമുള്ളവരായി ജീവിക്കും, എത്രയോ സ്വസ്ഥതയുള്ളവരായി ജീവിക്കും. അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൈവം ആലേഖനം ചെയ്യപ്പെട്ട സമാധാനം അവരനുഭവിക്കും. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണുന്നു മത്തായി സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവചനം. ജനക്കൂട്ടത്തെ കണ്ടു. ഇടയനില്ലാത്ത ആ വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി. ജനക്കൂട്ടത്തോട് അവന് അനുകമ്പ തോന്നി. കാരണം ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു അവര്. അധിക സ്നേഹം. ഈ കഴിഞ്ഞ ദിവസം സിസ്റ്റർ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു യുവാവ് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. ആ യുവാവ് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഈ നാട്ടിലെത്തിയിട്ട് 6 മാസമായി, പക്ഷേ 6 മാസമായിട്ടും എനിക്ക് ജോലിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ മുഴുവനും ഏതാണ്ട് തീർന്നു. ഞാനിപ്പോൾ ഇവിടെയുള്ള ഒരു കുടുംബത്തിൻ്റെ ഔദാര്യത്തിൽ കഴിയുകയാണ്. അവരുടെ വീട്ടിൽ ഞാൻ കഴിയുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇതുവരെ എനിക്ക് ജോലിയൊന്നും ആയില്ല. നാട്ടിൽ നിന്നും അപ്പനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ശേഷം പറഞ്ഞ് മടുത്തു, ജോലിയായില്ല. പക്ഷേ സിസ്റ്ററെ, ഞാനിവിടെ ഈ വീട്ടിൽ ഒരാളെ പോലെ കഴിയുമ്പോൾ അവരുടെ വീട്ടിലെ അത്യാവശ്യം കൊച്ചു പണികളൊക്കെ എടുക്കാൻ ഞാൻ സഹായിക്കും. അവരെനിക്ക് ചെറിയൊരു വേതനം തരുന്നുണ്ട്. മാത്രമല്ല അവിടെ വീട്ടിൽ കിടക്കാനും എനിക്ക് അനുവാദം തന്നിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ ഈ മറുനാട്ടിൽ ഇന്ന് ഒരു ജോലിക്ക് വേണ്ടി പിടിച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുകമ്പ തോന്നുന്ന ഹൃദയത്തിൻ്റെ ഭാവമുള്ളത് കൊണ്ട് ആ യുവാവ് പറയുകയാണ്, ഞാൻ ഈ നാട്ടിലൂടെ പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ. പ്രിയപ്പെട്ടവരെ,
നമ്മുടെയൊക്കെ വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുമ്പോൾ, ജീവൻ കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധിക സ്നേഹമാണ് യേശുവിനെ സ്നേഹിക്കുവാനായിട്ടും കരുണ കാണിക്കുവാനും ഒക്കെ ആയിട്ട് അവനെ പ്രേരിപ്പിച്ചത്. ഈ അധിക സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് പാവനിയായ സ്ത്രീയിലേക്ക് കടന്നു ചെന്നത്. യേശുക്രിസ്തുവിൻ്റെ അധിക സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നത്, സക്കേവൂസിലേക്ക് കടന്നു ചെന്നത്. എന്തുവേണ്ടി? ഈ വചനം കേൾക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ അധിക സ്നേഹമാണുള്ളത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അധിക സ്നേഹമാണ്. കരങ്ങൾ അടിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സ്നേഹ സാന്നിധ്യം തെറ്റ് ചെയ്തവരെ തിരുത്താൻ പോകുന്ന സ്നേഹത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. തെറ്റ് ചെയ്തവർക്ക് തിരുത്താനുള്ള സ്നേഹത്തിൻ്റെ സാന്നിധ്യമായിരുന്നു യേശുവിൻ്റെ സാന്നിധ്യം. ദൈവം എനിക്ക് തന്ന എൻ്റെ ഭവനത്തിൽ, ദൈവം എനിക്ക് തന്ന എൻ്റെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താനുള്ള സ്നേഹ സാന്നിധ്യമായിരിക്കണം എൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താം, നമ്മളെ തന്നെ കണ്ടെത്താം. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശു പറയുകയാണ്, നമുക്ക് പറയാം, ഈശോയെ എനിക്ക് പൂർണ്ണനാകാനായിട്ട് ആഗ്രഹമുണ്ട്, എനിക്ക് പൂർണ്ണനാകാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ കണ്ടെത്തുക, അറിയുക. ഒന്നാമത്തെ പടി അതാണ്. കണ്ടെത്തിയതിന് ശേഷമാണ് അത് വിൽക്കേണ്ടത്. വിൽക്കുക എന്ന് പറഞ്ഞാൽ വില കൊടുക്കുക എന്നാണ് അർത്ഥം, അല്ലേ? തേങ്ങ കൊടുക്കുന്നതിനേക്കാളും വിലയുണ്ടോ കൊപ്ര കൊടുത്താൽ? തേങ്ങയ്ക്കാണോ കൊപ്രയ്ക്കാണോ വില കൂടുതൽ കിട്ടുന്നത്? അതോ വെളിച്ചെണ്ണയ്ക്കാണോ? തേങ്ങയ്ക്കാണോ കൊപ്രയ്ക്കാണോ എണ്ണയ്ക്കാണോ വില കൂടുതൽ? മാക്സിമം അല്ലേ വില കിട്ടുന്നത് ഏതോ അത് ആക്കി ഉൽപ്പന്നത്തെ രൂപപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് വിൽക്കുന്ന ഒരാളുടെ കഴിവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാക്സിമം വിലയ്ക്ക് കൊടുക്കുക. ഏത് രീതിയിൽ കൊടുത്താൽ, തേങ്ങയായിട്ട് കൊടുത്താൽ കിട്ടുന്നതിനേക്കാളും വില കൊപ്രയായിട്ട് കൊടുത്താൽ കിട്ടുമെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനി അതെല്ലാം ആട്ടിച്ച് എണ്ണയാക്കി കൊടുത്താൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമെങ്കിൽ അങ്ങനെ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ദരിദ്രനുമായി പങ്കുവയ്ക്കുക, ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കാനാണ് യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുന്ന രണ്ടാമത്തെ കാര്യമായിട്ട് ഈശോ പറയുന്നത്. ആരാ ദരിദ്രൻ? ധൂർത്തനാണോ ദരിദ്രൻ? ആരാ ദരിദ്രൻ? പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് എൻ്റെ അടുത്ത്, നിങ്ങളുടെ അടുത്ത് എത്തി നിൽക്കുന്നതെങ്കിൽ അവന് വേണ്ടുന്നത് നൽകി സഹായിക്കുക എന്നുള്ളതാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനുമായി പങ്കിടുക, ദരിദ്രനുമായി പങ്കിടുക എന്നുള്ളത് സമ്പന്നായ ഒരുവൻ്റെ ഉത്തരവാദിത്തമാണ്, ദൗത്യമാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, പങ്കുവച്ചതിന് ശേഷം പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ അനുഗമിക്കുക എന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം ത്യാഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, കഷ്ടപ്പാടുകൾ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു ശിഷ്യനായി നീ എൻ്റെ പിന്നാലെ വരിക എന്നാണ് യേശു പറയുന്നത്. അങ്ങനെയാകുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരുന്നത് ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയായ ക്രിസ്തു ശിഷ്യനായിരിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ മനുഷ്യസ്നേഹിയായ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുക. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് ആർക്ക് എപ്പോൾ എവിടെ എങ്ങനെ വേണമെന്ന് തോന്നുന്നുവോ
ആ സമയത്ത് അത് അതേപടി ഹൃദയവിശാലതയിൽ കൊടുക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഈ വലിയ സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ക്രിസ്തു ശിഷ്യൻ യഥാർത്ഥ ഒരു മനുഷ്യ സ്നേഹിയായിരിക്കണം. അവനാണ് അവിടുത്തെ അനുഗമിക്കുവാനുള്ള ഉത്തരവാദിത്വം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ യഥാർത്ഥ മനുഷ്യ സ്നേഹിയായ ഈ ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യൻ്റെ മറ്റൊരു പേരാണ് നമുക്ക് വേണേൽ പറയാം ഉണർന്നിരിക്കുന്ന പാറാവുകാരൻ എന്ന് വേണേൽ പറയാം. ക്രിസ്തീയ ജീവിതമാകുന്ന എൻ്റെ വീടിനെ നിരന്തരം അടിച്ചു വാരി ജാഗ്രത പുലർത്തിക്കൊണ്ട് കാത്തിരിക്കുക. അല്ലെങ്കിൽ കള്ളന്മാർ ഏത് നിമിഷം വേണമെങ്കിലും കയറി വരാം. ഏത് നിമിഷം വേണമെങ്കിലും കള്ളന്മാർ കയറി വരാം, എന്നെ ഉപദ്രവിക്കാം, എനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉണർന്നിരിക്കുന്ന ഒരു പാറാവുകാരനാവുക ക്രിസ്തു ശിഷ്യൻ. ആത്മീയ ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്കും ഉണർന്നിരിക്കുന്ന ഈ ഒരവസ്ഥ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവായ ഈശോയേ, രക്ഷകനായ ഈശോയേ, തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. വചനത്തിന് അനുസൃതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യഥാർത്ഥ മനുഷ്യസ്നേഹിയായ ഒരുവന് ദൈവം അവിടുത്തെ കോട്ട കെട്ടി അവനെ സുരക്ഷിതനാക്കുമെന്ന് തിരുവചനത്തിൽ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞേ, അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി. ആരുടെ വീടിന് ചുറ്റുവാ? ജോബിൻ്റെയാ. കൊള്ളാം. ആരുടെ വീടിൻ്റെയാ? തോമസ് ചേട്ടൻ്റെയും മേരി ചേച്ചിയുടെയും സിൽവിയായുടെയും ഒക്കെ വീടിന് ചുറ്റും അവൻ വേലി കെട്ടി കാവലേർപ്പെടുത്തുന്നു, സംരക്ഷണം നൽകുന്നു, സുരക്ഷിതത്വം നൽകുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ വീട്ടിൽ കള്ളം കയറി, പക്ഷേ എൻ്റെ വീട്ടിൽ 12 പവൻ്റെ സ്വർണം ഇരിപ്പുണ്ടായിരുന്നു. ഈ കയറിയ കള്ളൻ സ്വർണം കണ്ടില്ല. ബാക്കി ഫോണ്, വാച്ച്, അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇവൻ പോയി. അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്വർണമെല്ലാം എവിടെ വെച്ചിരുന്നത്? ഉടനെ ചേട്ടൻ പറഞ്ഞു, നിങ്ങളിത് ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ. ഈ ചേട്ടൻ പറഞ്ഞു, സിസ്റ്ററെ, മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ പുറകിൽ വെറുതെ ഒരു കടലാസ് കെട്ടിയാ വെക്കുന്നേ. മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ പുറകിൽ ഒരു കടലാസ് കെട്ടി വെറുതെ വെച്ചേക്കുക. കള്ളൻ അവിടെ തപ്പിയേലെന്ന് ചേട്ടന് നല്ല ഉറപ്പാന്നാ ചേട്ടൻ പറഞ്ഞേ. ചേട്ടനോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ചേക്കുക, ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചേക്കുക. എനിക്ക് ആകപ്പാടെ അതേ ഉള്ളെന്ന് അവിടത്തേക്കറിയാം. അതുകൊണ്ട് അത് തൊട്ടില്ല. ബാക്കിയൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവൻ പോയി. ഹേ ദൈവഭക്തനായ മനുഷ്യ, ഹേ ദൈവഭക്തനായ തോമസേ, നിന്റെ ഭവനത്തിനു ചുറ്റും സമ്പത്തിനു ചുറ്റും കർത്താവ് വേലുകെട്ടി സംരക്ഷണവും സുരക്ഷിതത്വവും നൽകിയാൽ പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവാണ് നിന്റെ യഥാർത്ഥ കാവൽക്കാരൻ. കരങ്ങൾ അടിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മക്കൾക്കും നിന്റെ കുടുംബത്തിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ മാതാപിതാക്കൾക്കും നിന്റെ ജോലിക്കും നിന്റെ എല്ലാ ദൗത്യങ്ങൾക്കും വേണ്ടി കാവലേർപ്പെടുത്തുന്നത് നിന്റെ ദൈവമാണ്. വീണ്ടും തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു ചെയ്യുമ്പോൾ സാമുവേലിന്റെ 2-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, അവിടുന്നാണ് എൻ്റെ കോട്ട. എവിടുന്നാണ് എൻ്റെ കോട്ട? ആരാണ് എൻ്റെ കോട്ട?
കർത്താവെ അവിടുന്നാണ് എൻ്റെ കോട്ട. വീണ്ടും ഏശയ്യായുടെ പ്രവചന ഗ്രന്ഥം 26-ാം അധ്യായം 1-ാമത്തെ വചനം. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ശത്രുവിന് ഒരു കാരണവശാലും നമ്മളെ ഉപദ്രവിക്കാനായിട്ട് പറ്റിയല്ല, നമ്മളെ തകർക്കാനായിട്ട് സാധ്യമല്ല. കാരണം കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഞാൻ സുരക്ഷിതനാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ, കർത്താവാണ് എന്നെ സംരക്ഷിക്കുന്നത്, എനിക്ക് ഉറച്ച ശരണമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളെ കാത്തുകൊള്ളും, അവൻ നമ്മളെ സംരക്ഷിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു സ്ഥലത്ത് ധ്യാനം കഴിഞ്ഞൊരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നു. 38 വയസ്സ് പ്രായമുള്ള കുടുംബിനിയായ ഒരു സഹോദരി, പെട്ടെന്നൊരു പനി. ആ പനിയെ തുടർന്ന് ഒരു വലതുവശം മുഴുവനുമായും തളർന്നു കിടക്കുകയാണ്. 3 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, ഭർത്താവിൻ്റെ അമ്മയുണ്ട്. ആ വീട്ടിൽ ഈ സ്ത്രീ കട്ടിലിലാണ്. ഈ സ്ത്രീയെ ശരിക്കും നോക്കുന്നത് ഭർത്താവിൻ്റെ അമ്മയാണ്. ഈ അമ്മ പ്രാർത്ഥന കഴിഞ്ഞപ്പം ഞങ്ങളോട് ചോദിച്ചു, സിസ്റ്ററെ, ഷൈനി എഴുന്നേൽക്കുവോ, ഷൈനി എഴുന്നേൽക്കുവോ? ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഉത്തരവായിട്ട് കട്ടിൽ കിടന്ന ഷൈനി പറഞ്ഞു, കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ കോട്ട ഉയർത്തിയിരിക്കുന്നു. വലിയ വിശ്വാസമാണ് അവൾക്ക്, വലിയ വിശ്വാസമാണ് അവർക്ക്. ക്രിസ്തു ശിഷ്യൻ്റെ അവകാശമാണ് അവനിൽ വിശ്വസിക്കുക എന്നുള്ളത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരുവന് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സ്വർഗീയ നിക്ഷേപത്തിന്റെ കലവറയാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് നമുക്ക് ചുറ്റും കാവലേർപ്പെടുത്തുമ്പോൾ നമുക്ക് ചുറ്റും വരുന്ന എതിരാളികളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമുക്കെതിരും വരുന്ന തിന്മകളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം കർത്താവ് എൻ്റെ കോട്ടയാണ്, കാരണം കർത്താവ് എൻ്റെ ശക്തിയാണ്. വിപരീതമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ എടുത്ത് എറിയപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് നമ്മളെ താങ്ങി നിർത്തുന്നുവെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 37-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം, യാക്കോബിൻ്റെ മകൻ ജോസഫിനെ സഹോദരങ്ങൾ കിണറ്റിൽ തള്ളിയിട്ടു. നമുക്കറിയാം, യോസേപ്പിനെ കുറിച്ച് നമുക്കറിയാം. സഹോദരങ്ങൾ ജോസഫിനെ കിണറ്റിൽ തള്ളിയിട്ടു. ഒരു ജീവിതത്തിൻ്റെ വിപരീത സാഹചര്യത്തിലേക്ക് ജോസഫ് എടുത്ത് എറിയപ്പെടുകയാ. പ്രിയപ്പെട്ടവരെ, എടുത്ത് എറിയപ്പെട്ട ജോസഫിൻ്റെ പക്കലേക്ക് കർത്താവ് രക്ഷകനായിട്ട് എത്തുകയാണ്, കർത്താവ് വിമോചകനായിട്ട് എത്തുകയാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 37-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനങ്ങൾ, 20 വെള്ളിക്കാശിന് ജോസഫിനെ സഹോദരങ്ങൾ വിൽക്കുകയാണ്. 20 വെള്ളിക്കാശിന് സഹോദരങ്ങൾ ജോസഫിനെ വിൽക്കുകയാ. അവിടെയും കർത്താവിൻ്റെ കരം അതിശക്തമായ രീതിയിൽ ജോസഫിലേക്ക് എത്തുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ വിപരീത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ യോസേപ്പ് ഈജിപ്തിലെ മന്ത്രിയാവുകയാ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് മൂടവടം അണിഞ്ഞ് കടന്നു വരുന്ന ഇതുപോലെ എടുത്തെറിയപ്പെടുന്ന അനുഭവങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ പദ്ധതികളാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ വിപരീതമായ അനുഭവങ്ങൾ മൂടുപടമണിഞ്ഞ് നമ്മളെ സന്ദർശിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്നും അത് ദൈവത്തിൻ്റെ കരമാണെന്നും അത് ദൈവത്തിൻ്റെ പരിപാലനയാണെന്നും ഹേ ക്രിസ്തു ശിഷ്യ നീ തിരിച്ചറിയുമ്പോൾ ദൈവം നമുക്ക് വിൽക്കുന്ന, ദൈവം നമുക്ക് തരാൻ ആശിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന, ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇപ്രകാരമുള്ള തിക്തമായ എറിയപ്പെടലുകളെ ദൈവം എടുത്തു മാറ്റിയെന്ന് വരില്ല, പ്രശ്നങ്ങളെ ദൈവം എടുത്തു മാറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ മനോഹരങ്ങളായ
പദ്ധതികളാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ബോട്ടിൽ കുറേ പേരിങ്ങനെ ഉല്ലാസയാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഉല്ലാസയാത്രക്കിടയ്ക്ക് ഈ ബോട്ടിൽ നിന്നൊരു പെൺകൊച്ച് വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ ഏതാണ്ട് അല്പം ബലവും ആരോഗ്യമുള്ള ഒരു ചേട്ടനെ വേറൊരു ചേട്ടൻ വെള്ളത്തിലേക്ക് ബോധപൂർവ്വം തള്ളിയിട്ടു. എന്തിനാ തള്ളിയിട്ടെന്നറിയാവോ? ഈ വെള്ളത്തിൽ കിടക്കുന്ന കൊച്ചിനെ മുങ്ങി എടുത്തുകൊണ്ട് വന്ന് രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ് തള്ളിയിട്ടത്. എന്തായാലും വെള്ളത്തിലേക്ക് തള്ളിയിടപ്പെട്ട ഈ ചേട്ടൻ വെള്ളത്തിൽ നിന്ന് ഈ കൊച്ചിനെയും കൊണ്ട് പൊങ്ങി വന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതിനുശേഷം വലിയൊരു അനുമോദന മീറ്റിംഗ് നടക്കുക. അനുമോദന മീറ്റിംഗ് എല്ലാം ഏറ്റുവാങ്ങി ഈ ചേട്ടൻ അവസാനം ചേട്ടൻ നന്ദി പ്രസംഗത്തിനായിട്ട് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, ഇതുവരെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല, ആരാണ് എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടതെന്ന്. മനസ്സിലായില്ലേ? ആരാണ് എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ആ സാഹചര്യങ്ങളിലേക്ക് എറിയപ്പെട്ടത് വലിയൊരു നന്മയായിട്ട് അവിടെ പരിണമിക്കുകയാണ്. കരങ്ങൾ അടിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമകനെ, ദൈവമകളെ, നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളിലേക്കും ദൈവം തന്നെ കടത്തിവിടുന്നത് അവിടുത്തെ സ്നേഹമാണെന്നതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ കരുതലാണെന്നതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല, ദൈവം നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളാഞ്ഞിട്ടല്ല. അതുകൊണ്ട് എസെക്കിയേൽ പ്രവാചകനെ പോലെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം, കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ എന്നെ ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങയുടെ കൃപയിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അവിടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളെയെല്ലാം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതിന് സാധിക്കണമെങ്കിൽ പ്രത്യാശയുള്ളൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. വിശ്വാസമുള്ള ഒരു മനസ്സ് നമുക്കതിന് ഏറെ ആവശ്യമാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധപരിപാടികളെല്ലാം ആസൂത്രണം ചെയ്ത് ആരംഭിക്കുന്നതിന് മുൻപ് ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്ന വസ്തുവകളൊക്കെ ഇയാളിങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുക. ഈ പങ്കിടലിൻ്റെ അവസരത്തിൽ ഒരു ആൾ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, ഹേ ചക്രവർത്തി, അങ്ങേക്ക് വല്ലതും വേണ്ടേ? ഇങ്ങനെ എല്ലാവർക്കുമായിട്ട് വാരിക്കോരി കൊടുത്താൽ അങ്ങേക്ക് വല്ലതും വേണ്ടേ? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്കെൻ്റെ പ്രത്യാശ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രത്യാശ കൈവിടാത്തവരായിരിക്കണം നമ്മൾ. പ്രത്യാശ കൈവിടാത്തവരായിരിക്കണം നമ്മൾ. ഏതെല്ലാം രീതിയിലുള്ള ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയാലും, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാലും, രോഗപീഠകളിലൂടെ കടന്നുപോയാലും പ്രത്യാശ കൈവിടാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കൈവരുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വീണ്ടും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് വീണ്ടും പ്രവേശിച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 39 അധ്യായത്തിൻ്റെ 13 തിരുവചനം. അവിടെ ജോസഫ് വലിയൊരു പ്രലോഭനത്തെ തരണം ചെയ്യുകയാണ്. ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹം ആ ജീവിതത്തെ ദൈവതൃക്കരങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പൊത്തീഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിൽ അനുരാഗം തോന്നുകയാണ്. അവിടെ 13 വചനം പറയുകയാണ്, അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു. വചനം ഒന്നും കൂടെ ശ്രദ്ധിക്കാം. അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മേലങ്കി അവളുടെ കയ്യിലിട്ടിട്ട് അവൻ വീട്ടിൽ നിന്നും ഓടി പുറത്തു വന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ജോസഫിൻ്റെ വലിയൊരു ഓട്ടം നമ്മളിവിടെ കാണുകയാണ്. വീട്ടിൽ നിന്ന് അവൻ ഓടി, അവൻ പുറത്തേക്ക് ഓടി. അവൻ്റെ പുറംകുപ്പായം അവൻ ഉപേക്ഷിച്ചു. തൻ്റെ പുറംകുപ്പായത്തെക്കാൾ വലുതായ ഒന്നിന് അവൻ അവൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന് പുറംകുപ്പായം അവിടെ ഇട്ടിട്ട് ഓടിയത്.
പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സുഖം നൽകുന്ന ചില പുറങ്കുപ്പായങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് തരാൻ പോകുന്ന മഹത്വത്തിൻ്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. യോസേഫിനറിയാമായിരുന്നു ഇതിനേക്കാളും ശ്രേഷ്ഠമായത്, വിലയുള്ളത് തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്കായി കരുതിയിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് യോസേഫ് അവിടെ നിന്ന് പുറങ്കുപ്പായം ഇട്ടിട്ട് വീട്ടിൽ നിന്നും ഓടി അവൻ രക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, പുറങ്കുപ്പായത്തിൻ്റെ ആ വലിയ ഉപേക്ഷിക്കലിലൂടെ ദൈവം അവന് കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ. ഞാൻ എൻ്റെ സ്വന്തമായി വെച്ചിരിക്കുന്ന ചില പുറങ്കുപ്പായങ്ങളുണ്ടല്ലോ, അത് വലിച്ചെറിയാൻ ഞാൻ റെഡിയായിരിക്കണം. അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ റെഡിയായിരിക്കണം. ഒരു പക്ഷേ അത് ജഡികാസക്തിയുടേതായിരിക്കാം, മദ്യപാനത്തിൻ്റേതായിരിക്കാം, വിദ്വേഷത്തിൻ്റേതായിരിക്കാം, വൈരാഗ്യത്തിൻ്റേതായിരിക്കാം, കലഹത്തിൻ്റേതായിരിക്കാം, തിന്മയുടേതായിരിക്കാം, ദേശവൈരാഗ്യങ്ങളുടേതായിരിക്കാം. ഞാനത് ഉപേക്ഷിക്കാൻ റെഡിയാകുമ്പോൾ കർത്താവിനെ അതിശക്തമായ രീതിയിൽ അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് ഓടുന്ന ഒരാളെ നമ്മൾ പുതിയ നിയമത്തിലും കണ്ടെത്തുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. ഇവിടെ ബർത്തിമീസിൻ്റെ ഓട്ടം കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു അത്. അവിടെ ജോസഫ് ഓടിയത് തൻ്റെ ജീവിതത്തെ പാപകരമായ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ജോസഫിൻ്റെ ഓട്ടം. ഇവിടെ ബർത്തിമീസിൻ്റെ ഓട്ടം കാഴ്ച തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിലപ്പെട്ടതറിയുന്നവനെ പുറങ്കുപ്പായങ്ങൾ വലിച്ചെറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ തിരുവചനത്തിന് മുൻപിലിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഈ വചനം പാലിക്കപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ അഭിഷേകത്താൽ അങ്ങയുടെ സൗഖ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളോട് കൃപകളോട് സഹകരിക്കുവാൻ ജീവിതത്തിൻ്റെ പല തിന്മകളും പാഴായിപ്പോയ വാക്കുകളുമൊക്കെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാൻ ക്രിസ്തു ശിഷ്യനായ എന്നോട് നിന്നോട് ഈ രാവിൽ ഈശോ അപേക്ഷിക്കുകയാണ്. ഈ രാവിലെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നമുക്കൊരു തിരിച്ചു നടപ്പ് നടത്താം. തിരുവചനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, ഒന്നും യാദൃച്ഛികമായി ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് കാണുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഉറക്കളച്ചിരുന്ന് ഈ ജാഗരണ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു, വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൊണ്ട്, സമയം കൊണ്ട്, ഒന്നെങ്കിൽ ടി വിയുടെ മുൻപിലിരുന്ന്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന പണിസ്ഥലത്തിരുന്ന്, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. യാദൃച്ഛികമായിട്ടല്ല ഇപ്പോൾ ഈ സാലോൺ ടി വിയുടെ മുൻപിൽ ഞാനിരിക്കുന്നത്. യാദൃച്ഛികമായിട്ടല്ല സാലോൺ ടി വിയുടെ മുൻപിൽ ഇരുന്നപ്പോൾ ഈ നൈറ്റ് വിജിൽ ഞാൻ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കർത്താവിൻ്റെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ രാത്രിയിൽ അവൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, അവിടുത്തെ കൃപകൾ കൊണ്ട് അവൻ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്
ഇതാ തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം വെയിൽ മൂത്ത നേരത്ത് തല ഉയർത്തി നോക്കിയ അബ്രാഹത്തിന് മുൻപിൽ 3 ആളുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ 3 ആളുകൾ അബ്രാഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് യാദൃച്ഛികമായിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാ? ഭൂമിയിലെ മണൽത്തരികൾ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മനുഷ്യകുലത്തിന് പിതാവാകുവാനുള്ള വിളി സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. യാദൃച്ഛികമായിട്ട് അതിനെ അബ്രാഹം നോക്കി കാണുന്നില്ല. യാദൃച്ഛികമായി കാണാത്തത് കൊണ്ടാണ് ഈ അവിചാരിതമായി കടന്നു വന്ന ഈ 3 വിരുന്നുകാർക്ക് വേണ്ടി വലിയ ഭക്ഷണം ഒരുക്കിയത്, അവരെ ശുശ്രൂഷിച്ചത്, അവരെ കരുതിയത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് യാദൃച്ഛികമായിട്ട് ഒന്നും തരുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ അറിവോടും ദൈവത്തിൻ്റെ സമ്മതത്തോടും കൂടി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം ഉണ്ടാകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തമ്പുരാന്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമല്ലാതെ, പദ്ധതിയുടെ ഭാഗമല്ലാതെ എൻ്റെ അടുത്തേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് ആരെയും ദൈവം അയക്കുന്നില്ല. ആരെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്നു, ആരൊക്കെയായിട്ട് നമ്മൾ ഇടപെടുന്നു, അതെല്ലാം അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ്. അതെല്ലാം അവിടുത്തെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അത് ദൈവം എന്നെ കരുതുന്നതിൻ്റെ ഭാഗമാണ്. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം വച്ചു തരികയാണ്, അവിചാരിതമായിട്ടല്ല. ഇതാ ഈശോ നടന്ന് ആ കിണറ്റിൻകരയിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ അവിടെ ഒരു ശമ്രായക്കാരി സ്ത്രീ വെള്ളം കോരാൻ ചെല്ലുന്നു. യാദൃച്ഛികമായ ഒരു വരവാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അല്ല, അല്ല, അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ് അതെല്ലാം. പദ്ധതിയുടെ ഭാഗമാണ്. അവിടെ ആ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അവൾ യേശുവിനെ യേശുവായി കാണുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ അവൾ റെഡിയാകുന്നു. അവളുടെ ജീവിതത്തിൻ്റെ പാപകരമായ കുടമുപേക്ഷിച്ച് അവൾ അവിടെ നിന്ന് പുതിയ ജീവിതം തുടങ്ങുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണതെല്ലാം. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ യേശു നടന്നു പോകുമ്പോൾ സക്കൈവൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു. അവിടെ എത്തിയപ്പോൾ യേശു മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുന്നു, അവനെ കാണുന്നു, ഇറങ്ങി വരുന്നു, സംസാരിക്കുന്നു. അവൻ്റെ വീട്ടിലേക്ക് യേശു കടന്നു ചെല്ലുന്നു, അവൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇതൊന്നും യാദൃച്ഛികമല്ല, ഇതൊന്നും യാദൃച്ഛികമല്ല. ഇതെല്ലാം അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെല്ലാം അവിടുത്തെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്, അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നീ വിശ്വസിക്കാൻ റെഡിയായാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. കരങ്ങൾ അടിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ജോലി കിട്ടാതെ പോയതും, മകളുടെ കല്യാണം നടക്കാതിരുന്നതും, അതല്ലെങ്കിൽ ഭവനം വെക്കാൻ ആശിച്ചിട്ട് വെക്കാത്തതും, കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടൊന്നും അനുഭവിക്കാതെ പോയതും എന്നൊക്കെ എന്നുള്ള ഏറ്റുപറച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവിചാരിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതല്ല. എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നതാ, എല്ലാം ദൈവം അനുവദിച്ചുകൊണ്ട് നമുക്ക് തന്നതാ. അങ്ങനെയാണെങ്കിൽ ദൈവമെല്ലാം അറിഞ്ഞും അനുവദിച്ചും നമുക്ക് തന്ന ഈ ജീവിതത്തെ ഒന്ന് സ്നേഹത്തോടെ ഏറ്റുവാങ്ങിക്കേ. ഈ ജീവിതത്തെ സ്നേഹത്തോടെ ഏറ്റുവാങ്ങിക്കേ. പരാതികളും പിറുപിറുപ്പുകളും അസ്വസ്ഥതകളും ഉപേക്ഷിക്കുവാനായിട്ട് റെഡിയായിക്കേ. അവിടെ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അവിടെ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇക്കഴിഞ്ഞ ദിവസം ഒരൊറ്റ കൊച്ച് ഉള്ള ഒരു വീടാണ്. അവർക്ക് നാളുകളായി കുഞ്ഞുമക്കൾ ഉണ്ടാകാതെ പ്രാർത്ഥിച്ചൊരു കൊച്ചുണ്ടായതാണ്. 7 വയസ്സ് കൊച്ചിന് പെട്ടെന്നാണ് പനിയും മറ്റ് അസ്വസ്ഥതകളൊക്കെ പിടിപെട്ടത്. ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിച്ച് തിരിച്ചു വന്നു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പനിയായി, വീണ്ടും കൊണ്ടുപോയി. അങ്ങനെ ഒരു 1.5 മാസം ഈ പനിയും അതിനോട് ആനുപാതികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ആയിട്ട് നടന്നു. പിന്നെ ഇവർ കൊച്ചിനെ മംഗലാപുരത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഡോക്ടർ പറയുകയാണ്, പരിശോധനയിൽ പറയുകയാണ്, കൊച്ചിന് ബ്ലഡ് ക്യാൻസറാണ്. ആകെ ഒരു കൊച്ച്, മക്കളുണ്ടാകാതെ പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകൾ വച്ച് ഉണ്ടായൊരു കുഞ്ഞ്. അതിനെ കണ്ടും വളർത്തിയും കളിപ്പിച്ചും കൊതി മാറിയിട്ടില്ല. വൈദ്യശാസ്ത്രം പറയുകയാണ് കൊച്ചിന് ബ്ലഡ് ക്യാൻസറാണ് പോലും. അതും അങ്ങേയറ്റം എത്തിയിരിക്കുന്നു.
രക്ഷപ്പെടാനായിട്ട് യാതൊരു വഴിയുമില്ല. ഈ അമ്മ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, ഞാൻ അറിയുന്ന ഒരു കുടുംബമാണ് ടെസൻ സിസ്റ്ററെ, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? എൻ്റെ ജീവൻ കൊടുക്കാമായിരുന്നു പകരം, അല്ലെങ്കിൽ ചേട്ടൻ്റെ ജീവിതം കൊടുക്കാമായിരുന്നു പകരം, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ ദൈവത്തിന് വേണമായിരുന്നു. പൊട്ടി 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 കരയുകയാണ് ഈ സ്ത്രീ. ഞാനൊന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ചേച്ചി, ഈ കൊച്ചിനെ 7 വയസ്സ് വരെ വളർത്തണമെന്നും ഈ കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്നും ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു, പദ്ധതിയായിരുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി 7 വയസ്സ് വരെ ചേച്ചി ഈ കൊച്ചിനെ വളർത്തിയാൽ മതിയെന്നുള്ളതാണ്. ബാക്കി തമ്പുരാന് വളർത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്ക്, വിട്ടുകൊടുക്ക്. ശക്തമായ രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ കൊടുക്കുകയില്ല, എൻ്റെ കൊച്ചിനെ ഞാൻ കൊടുക്കുകയില്ല സിസ്റ്ററെ, ഞാൻ കൊടുക്കുകയില്ല. കുറേയേറെ നേരം ഏങ്ങലടി കേൾക്കാമായിരുന്നു ഫോണിലൂടെ. ഞാൻ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, ചേച്ചി, കൊടുത്താലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ഹിതം ആ കുഞ്ഞിൽ നിറവേറും. എങ്കിൽ പിന്നെ ആ ഹിതത്തിന് സ്നേഹത്തോടെ ചേച്ചിക്ക് വഴങ്ങിക്കൊടുത്തുകൂടെ? പ്രിയ സഹോദരങ്ങളെ, അവസാനം ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എങ്കിൽ എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ ആയിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം അറിഞ്ഞും ദൈവം അനുവദിച്ചും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ മനസ്സുകൾക്ക് ശക്തി തരികയാണ്, നമ്മുടെ ഹൃദയങ്ങൾക്ക് അവൻ ബലം തരികയാണ്. അവിടുത്തെ അറിഞ്ഞ് സ്നേഹിക്കുവാനുള്ള അഭിഷേകവും നന്മയും കൊണ്ട് അവൻ നമ്മളെ കിരീടമണിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇനി ഒന്നും ആകസ്മികമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നടന്നു നീങ്ങിയ വഴികളിലും നടക്കുന്ന വഴികളിലും ഇനി നടക്കേണ്ടിയിരിക്കുന്ന വഴികളിലും സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കേണ്ടതും എല്ലാം അവിടുത്തെ ഹിതപ്രകാരം. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ മുഴുവനും പിന്നാമ്പുറത്ത് പിതാവായ ദൈവത്തിന്റെ വിരിഞ്ഞ കരങ്ങളാണെന്ന് വിശ്വസിക്കുവാൻ, പ്രത്യാശിക്കുവാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് ശക്തിപ്പെടുത്തും, കർത്താവ് ശക്തിപ്പെടുത്തും. അതുകൊണ്ടല്ലേ പ്രഭാഷക വചനത്തിൽ പറയുന്നത്, ബാല്യം മുതലേ എനിക്കവൻ നല്ലൊരു ഹൃദയം നൽകി. പ്രഭാഷക പുസ്തകത്തിൽ നമ്മൾ കാണുകയാ, ബാല്യം മുതലേ അവൻ എനിക്കൊരു നല്ല ഹൃദയം നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മകനും മകളുമായ നിനക്ക് അവൻ നല്ല ഹൃദയം തന്നിട്ടുണ്ട്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്വീകരിക്കുവാനുള്ള ശക്തി, എന്തെല്ലാം ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ തരണം ചെയ്ത് നമ്മളിവിടെ വരെ എത്തിയിരിക്കുന്നത്, ബാക്കി കൂടി തരണം ചെയ്യുവാനുള്ള ശക്തി സർവശക്തനായ ദൈവം നിനക്ക് തരും. വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് അവിടുത്തെ അതിശക്തമായ അടയാളങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് അതിനുശേഷം വന്ന് അവനെ അനുഗമിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മുഖമുദ്ര എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട്, വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിന് മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിന് മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളൊന്ന് കൂട്ടിപ്പിടിക്കാം, കരങ്ങളൊന്ന് കൂട്ടിപ്പിടിക്കാം. കണ്ണുകളൊന്ന് ഏറെ സ്നേഹത്തോടെ നമുക്ക് അടയ്ക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് ഈ സമയം എന്നോട് പറയുകയായിരുന്നു, എനിക്കുള്ളതെല്ലാം കണ്ടെത്തി വിറ്റ് പങ്കുവച്ച് നിന്നെ അനുഗമിക്കുവാൻ. ഓ ഈശോയെ, അങ്ങയുടെ വചനത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്.
അങ്ങയുടെ വചനത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ ഞാൻ ദർശിക്കുന്നതിന് എൻ്റെ കണ്ണുകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, നീ എനിക്ക് തന്നതെല്ലാം, തന്നുകൊണ്ടിരിക്കുന്നതെല്ലാം, തന്നു കഴിഞ്ഞതെല്ലാം നിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്തായ അടയാളമായിരുന്നുവെന്ന് ഞാൻ കണ്ടെത്തുകയായിരുന്നു ഈ തിരുവചനത്തിലൂടെ. ഓ ഈശോയെ, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്വവും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുമ്പോൾ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നിൽ കൃപ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ജീവിതം മുഴുവനും തിരുസന്നിധാനത്തിങ്കൽ അടിയറ വയ്ക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. കണ്ടെത്തിയ എൻ്റെ ഈ ജീവിതത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിക്കൊണ്ട് പൂർണ്ണനാക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഓ ഈശോയെ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ തിരുവചനത്തിൻ്റെ സ്നേഹം മുഴുവൻ നുകരുന്നതിന്, അങ്ങയുടെ അധിക സ്നേഹം എൻ്റെ ജീവിതത്തിൻ്റെ അധിക സ്നേഹമാക്കി മാറ്റുന്നതിന് എൻ്റെ ഹൃദയത്തെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ചേർത്ത് വെക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ തിരുച്ചിത്തം നിറവേറ്റുന്നതിന് അടിയൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ നിറയുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി നീ ജീവിക്കുക. നമുക്ക് നമ്മുടെ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. ഈ വചനത്തിൻ്റെ സമൃദ്ധി ഈ ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളിലേക്കും വ്യാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ അനേകർ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് കൊതിക്കാം. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ എൻ്റെ വാക്കുകൾ അനേകർക്ക് ജന്മം കൊടുക്കുന്നതാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനമയച്ച് എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയുടെ വചനമയച്ച് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തെ, ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി വളരെ വിശ്വാസത്തോടെ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളുടെ ജീവിതത്തിൽ നിറയുന്നത് അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ സൗഖ്യമുള്ളവരായി മാറട്ടെ. അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളിലെ നിരാശകൾ ദൂരെ പോകട്ടെ. അങ്ങയുടെ വചനത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ വിശ്വാസം വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനമായ യേശുവേ നിറയണമേ. വചനമായ യേശുവേ എൻ്റെ ഹൃദയത്തിൽ നിറയണമേ. വചനമായ യേശുവേ എൻ്റെ ജീവിതത്തിൽ നിറയണമേ. വചനമായ യേശുവേ എൻ്റെ ചിന്തകളെ അവിടുന്ന് രൂപപ്പെടുത്തണമേ. വചനമായ യേശുവേ, വചനമായ യേശുവേ, അങ്ങയിലേക്ക് എന്നെ വളർത്തണമേ. പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൽ പൂർണ്ണമാകട്ടെ. ഈ വചനത്തിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൽ പൂർണ്ണമാകട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് പിതാവിന്റെ പക്കൽ അവിടുന്ന് ഏൽപ്പിക്കണമേ. വിശ്വാസികളായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച്
പിതാവിന്റെ പക്കൽ ഏൽപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. നന്ദി ഈശോയേ, നന്ദി ഈശോയേ, നന്ദി ഈശോയേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. എന്തെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്തെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. Praise the Lord. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറ, നീ കേട്ട വചനത്താൽ അനുഗ്രഹീതനായിരിക്കുന്നു, അനുഗ്രഹീതയായിരിക്കുന്നു. Praise the Lord. Hallelujah. Hallelujah. Hallelujah.